ഫ്രണ്ട്സ്, എൻ്റെ പേര് സൂര്യ ലജീഷ്. വെൽക്കം ടു അവർ ഫാമിലി. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് സ്ട്രെച്ച് മാർക്ക് മാറ്റേണ്ടതെന്നും അതുപോലെ ഗർഭകാലത്ത് ഒരുപാട് പേര് ചോദിച്ച കാര്യമാണ്, ഭയങ്കര ചൊറിച്ചിലാണ്, ആ ചൊറിച്ചിൽ എങ്ങനെയാണ് മാറ്റേണ്ടതെന്നും. അതിന് നിങ്ങൾക്കൊരു ഉത്തരമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ സ്ട്രെച്ച് മാർക്ക് എങ്ങനെയാണ് കുറച്ചതെന്നാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകും മുന്നേ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മളുടെ ഈ ഫാമിലിയിലേക്ക് വരുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യില്ലേ. അതിനിപ്പോഴത്തെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടാവില്ലേ, അതും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും അപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. രണ്ട് രീതിയിൽ ചിന്തിക്കുന്ന അമ്മമാരുണ്ട്. ചില അമ്മമാർക്ക് ഈ ഒരു സ്ട്രെച്ച് മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ മാതൃത്വത്തിന്റെ അടയാളമാണ്, അത് നമ്മളുടെ ദേഹത്ത് വേണം, അതിനൊരു വില കൊടുത്ത് അത് അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്ന് കരുതുന്ന അമ്മമാരുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ ജനറേഷൻ ആണെങ്കിലും നേരത്തെ ആണെങ്കിലും കുറെ പേരെങ്കിലും ഈ ഒരു സ്ട്രെച്ച് മാർക്ക് മാറി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. കാരണം നമ്മൾ മലയാളികളാണ്, നമ്മളെല്ലാവരും സാരി എടുക്കുന്നവരാണ്. അങ്ങനെ സാരി എടുക്കുമ്പോൾ നമുക്ക് വയറ് കുറച്ച് ഭാഗം പുറത്ത് കണ്ടുപോയാൽ അവിടെ ഈ സ്ട്രെച്ച് മാർക്കിന്റെ ആ ഒരു പാട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അതൊരു മോശമാണ് എന്ന് കരുതുന്ന അമ്മമാരും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് സ്ട്രെച്ച് മാർക്ക് മാറ്റേണ്ട എന്നുണ്ടെങ്കിൽ മാറ്റേണ്ട, അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഇനി മാറ്റണം എന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ എൻ്റെ സ്ട്രെച്ച് മാർക്ക് ഞാൻ എങ്ങനെയാണ് മാറ്റിയതെന്ന് പറയാൻ പോകുന്നത്. കാരണം സാരി എടുത്തൊന്ന് പുറത്ത് പോകുമ്പോഴാണ് നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. നമുക്കറിയാലോ, നമ്മുടെ വയറ് വീർത്ത് വരും തോറും നമുക്ക് സ്ട്രെച്ച് മാർക്ക് കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ സ്ട്രെച്ച് മാർക്ക് കൂടുമ്പോൾ നമുക്ക് ആ വയറ് കുറഞ്ഞ് ഡെലിവറിക്ക് ശേഷം വയറ് കുറഞ്ഞു വരുമ്പോഴും ആ സ്ട്രെച്ച് മാർക്ക് എന്ന് പറയുന്നത് വയറിന് രണ്ട് സൈഡിലേക്ക് വരെ ഉണ്ടാവും. അപ്പോൾ സാരി ഉടുക്കുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. അങ്ങനെയാണ് ഞാൻ സ്ട്രെച്ച് മാർക്കിന്റെ ആ ഈ ഒരു റെമഡിയെ പറ്റി ചിന്തിച്ചത്. എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ, എനിക്ക് ഈ സ്ട്രെച്ച് മാർക്ക് തുടങ്ങിയപ്പോൾ എൻ്റെ പ്രഗ്നൻസിയുടെ ഒരു 5 മാസമൊക്കെ ആയപ്പോഴാണ് എനിക്ക് സ്ട്രെച്ച് മാർക്ക് സ്റ്റാർട്ടായത്. എൻ്റെ വയർ അപ്പോഴാണ് അത്യാവശ്യം വലുതായി വന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഞാൻ കരുതിയത് നമ്മൾ വയറിൽ ഭയങ്കര ചൊറിച്ചിലുണ്ടായിരുന്നു എനിക്ക്. അപ്പം അങ്ങനെ ചൊറിയുമ്പോൾ ഉണ്ടാവുന്ന പാടാണ് എന്നാണ് ഞാൻ കരുതിയത്. കാരണം എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു ഇങ്ങനെ സ്ട്രെച്ച് മാർക്ക് എന്ന് പറഞ്ഞൊരു സംഗതി നമ്മുടെ പ്രഗ്നൻസിയുടെയും ഡെലിവറിയുടെയും ആ ഒരു ടൈമിൽ നമുക്ക് വരും എന്നുള്ളതിനെ പറ്റി എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ കരുതി ചൊറിഞ്ഞുണ്ടാവുന്ന ആ ഒരു പാടാണെന്നാണ് കരുതിയത്. അപ്പോൾ ഞാൻ ചോദിച്ചവരും എന്നോട് അങ്ങനെയാണെന്ന് പറഞ്ഞത്, ഭയങ്കരമായിട്ട് ചൊറിയരുത്, ഉടുപ്പിൻ്റെ മുകളിൽ വിരൽ വെച്ച് വേണം ചൊറിയാൻ, അല്ലെങ്കിൽ വയറിൽ പാട് വീഴും, അങ്ങനെയൊക്കെയാണ് പറയാം. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനും കരുതി ഇത് അങ്ങനത്തെ പാടാണെന്ന്. നമുക്ക് നോർമലി ഒരു ചൊറിച്ചിൽ വന്നു, നമ്മൾ ചൊറിഞ്ഞ് കൈ ഒന്ന് പൊട്ടിയെങ്കിൽ തന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് മാറില്ലേ. അപ്പൊ ഞാനും കരുതി ഡെലിവറി കഴിയുമ്പോൾ ഇത് മാറുമായിരിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പ്രഗ്നൻസി ടൈമിൽ ഞാൻ എൻ്റെ സ്ട്രെച്ച് മാർക്കിനെ ട്രീറ്റ് ചെയ്തില്ല. അപ്പോൾ ഡെലിവറിക്ക് ശേഷം നോക്കിയപ്പം നമ്മൾ പ്രഗ്നൻസി ടൈമിൽ നമുക്ക് അത്ര വൃത്തികേട് തോന്നില്ല. കാരണം സ്ട്രെച്ച് മാർക്ക് പോലെ വലിഞ്ഞ് നിൽക്കുമെങ്കിലും അത്രയും പ്രശ്നമില്ല. എന്നാൽ നമ്മുടെ വയറ് ചൊട്ടത്തില്ലേ, വയറ് ചൊട്ടിക്കഴിയുമ്പോഴാണ് നല്ല ഡാർക്ക് കളറിൽ വര പോലെ വയറിൻ്റെ ആ അറ്റം തൊട്ട് ഈ അറ്റം വരെ ഇങ്ങനെ വര പോലെ കിടക്കും. ഇപ്പം നമുക്ക് ഭയങ്കര ഒട്ടും കംഫർട്ടബിൾ ആയിരിക്കില്ല. ഒന്നാമത് സാരി ഉടുക്കുന്നവർക്ക്, അതല്ല മോഡേൺ ഡ്രസ്സ് ഇടുന്നവർക്കോ, അങ്ങനെ ഇപ്പം സാരി ആയാലും ഹാഫ് സാരി ആയാലും ലെഹങ്ക ആയാലും ഇങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ ഒരിത്തിരി കംഫർട്ടബിളായിട്ട് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു സ്ട്രെച്ച് മാർക്ക് വയറ്റത്തുണ്ടെങ്കിൽ പറ്റില്ല. കാരണം വയറിൻ്റെ നേരെ ഉള്ള ഭാഗത്ത് മാത്രമായിരിക്കില്ല, നമ്മുടെ വയറ് ഈ ഒരു സൈഡിലെ നമ്മുടെ ഈ ഒരു സൈഡിൻ്റെ നേരെ പകുതി അവിടെ വരെ നമുക്ക് സ്ട്രെച്ച് മാർക്ക് വരാം. അത് മാത്രമല്ല, ചിലർക്കെന്ന് പറയുമ്പം ഈ ഒരു പ്രഗ്നൻസി കഴിയുമ്പം അല്ലെങ്കിൽ പ്രഗ്നൻസിയുടെ ആ ഒരു ടൈമിൽ വണ്ണം ഒരുപാട് കൂടും. ചിലർക്ക് ഡെലിവറിക്ക് ശേഷമായിരിക്കും വണ്ണം കൂടുക. അപ്പം നമുക്ക് വണ്ണം കുറഞ്ഞ ഒരാൾക്ക് പെട്ടെന്ന് വണ്ണം കൂടുമ്പോൾ നമുക്ക് സ്ട്രെച്ച് മാർക്ക് ഉണ്ടാവാം. എല്ലാവർക്കും വയറിൽ മാത്രമായിരിക്കണം എന്നില്ല. ചിലർക്കെന്ന് വെച്ചാൽ തൊടയിൽ ഉണ്ടാവും, ചിലർക്ക് കൈയുടെ ഇവിടെ വണ്ണം വെക്കില്ലേ, കൈയുടെ ഇവിടെ വണ്ണം വെക്കുന്നതിലൂടെ സ്ട്രെച്ച് മാർക്ക് ഉണ്ടാവും. ചിലർക്കെന്ന് വെച്ചാൽ നമ്മുടെ ബ്രസ്റ്റിന്റെ ആ നിപ്പിളിന് ചുറ്റും സ്ട്രെച്ച് മാർക്ക് ഉണ്ടാവാം. അതുമാത്രമല്ല, നമുക്ക് വണ്ണം വെച്ചിരിക്കുന്നതനുസരിച്ച് നമ്മുടെ ശരീരത്തിന്റെ എവിടെ വേണമെങ്കിലും ഈ സ്ട്രെച്ച് മാർക്ക് എന്ന് പറയുന്നത് വരാം. കാരണം നമ്മുടെ സ്കിൻ വലിയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നതാണ് ഈ സ്ട്രെച്ച് മാർക്ക് എന്ന് പറയുന്നത്. ഞാൻ ഉപയോഗിക്കുന്ന സ്ട്രെച്ച് മാർക്ക് ക്രീം എന്ന് പറയുന്നത് ഇതാണ്, ഈ മോംസ്കോയുടെ ഇതിൻ്റെ സ്ട്രെച്ച് മാർക്ക് ക്രീമാണ്. ബോഡി ബട്ടറാണ്, ഇതിൽ ഷീ ബട്ടർ, കൊക്കോ ബട്ടർ ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെന്ന് വെച്ചാൽ പ്രഗ്നൻസി ടൈമിലാണ് നിങ്ങൾ ഈ സ്ട്രെച്ച് മാർക്കിനെ ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത് തേച്ചുകൊണ്ട് ഒരു 1 മന്തിനുള്ളിൽ ഒരു റിസൾട്ട് കിട്ടും. നമ്മുടെ സ്ട്രെച്ച് മാർക്കൊക്കെ മാറി കിട്ടും.
പക്ഷേ നിങ്ങൾ ഡെലിവറിക്ക് ശേഷം എന്നെ പോലെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു 3 അല്ലെങ്കിൽ 4 മാസമെങ്കിലും എടുക്കും ഈ സ്ട്രെച്ച് മാർക്ക് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം ഇത് നാച്ചുറലി ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റാണ്, പാരബൻസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ടൈം എടുക്കും. അപ്പം 3-4 മാസത്തിനുള്ളിൽ നമ്മുടെ ഈ സ്ട്രെച്ച് മാർക്ക് മാറും. പക്ഷേ ഒരു 80% അല്ലെങ്കിൽ 90% മാറുള്ളൂ കേട്ടോ. നമ്മുടെ ആ ഒരു വയറിൻ്റെ അവിടെ വന്ന് ഇങ്ങനെ കണ്ണ് തള്ളി നോക്കിയാൽ ആ ഒരു വര പോലെ, ചെറിയൊരു വര പോലെ കാണുള്ളൂ. ബാക്കി ഫുള്ളായിട്ടുള്ള ഈ ഡാർക്കായിട്ടുള്ള ആ ഒരു വരകളിൽ ഇഷ്ടം പോലെ നിറഞ്ഞു നിൽക്കില്ലേ, അങ്ങനെയൊന്നും കാണില്ല. ഇപ്പോൾ ദൂരെ നോക്കി അങ്ങനെ സ്ട്രെച്ച് മാർക്ക് വന്നൊരു ബോഡിയാണെന്ന് കണ്ടാൽ മനസ്സിലാവില്ല. പക്ഷെ നമ്മൾ അടുത്ത് വന്ന് നമ്മൾ ശരിക്കൊന്ന് നോക്കിയാൽ എവിടെയൊക്കെ ചെറിയൊരു വരകൾ പോലെ ഇത് നിൽക്കും. കംപ്ലീറ്റ് ആയിട്ട് മാറാനായിട്ട് ഒരു ക്രീമിനും പറ്റില്ല. പക്ഷേ ഈ ഒരു ക്രീമിലൂടെ ഒരു 80% ഒക്കെ നിങ്ങൾക്ക് സ്ട്രെച്ച് മാർക്ക് മാറ്റാൻ പറ്റും. പിന്നെ ഇത് ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഇത് തുറക്കുകയാണെങ്കിൽ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു ബോക്സ് ഉണ്ട്. അത് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ കണ്ടോ, ഇങ്ങനെയാണ് ആ ഒരു ക്രീം ഇരിക്കുക. ഇതെന്ന് പറയുന്നത് ഞാൻ യൂസ് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് സ്ട്രെച്ച് മാർക്ക് എവിടെയാണോ ഉള്ളത് അവിടെ ഈ ഒരു ക്രീം യൂസ് ചെയ്യുക. എന്നിട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, നല്ലപോലെ ഇത് ബ്ലെൻഡ് ആവും. നല്ലൊരു മണമാണ് ഇതിനുള്ളത്. ഇത് ഞാൻ ആദ്യം ഇതിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ കരുതിയായിരുന്നു, അയ്യോ ഭയങ്കര ഒരു ബട്ടറും എല്ലാം കൂടെ കൂട്ടിക്കൊഞ്ഞൊരു മണമായിരിക്കും ഈ ക്രീമിന്, വല്ല ലോഷൻ്റെയും ഒക്കെ ഉള്ള മണമായിരിക്കും എന്നാണ് കരുതിയത്. പക്ഷെ ഇങ്ങനെയല്ല. നമുക്കിത് ഇട്ടുകൊണ്ടിപ്പോൾ പുറത്തൊക്കെ പോയാൽ തന്നെ ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് രാവിലെ കുളിച്ച് കഴിഞ്ഞിട്ട് ഇത് വയറിൻ്റെ മേളിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെച്ച് മാർക്ക് എവിടെയാണോ ഉള്ളത് അവിടെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്കാണെങ്കിൽ പുറത്ത് വേണമെങ്കിലും പോവാം, അതൊന്നും കുഴപ്പമില്ല. ഇപ്പോൾ ദേ കണ്ടോ, ഇട്ടിട്ടുണ്ടെന്നൊരു ഇതേ ഇല്ല. അപ്പം തന്നെ അത് സ്കിന്നിലേക്ക് ഒബ്സോർബ് ചെയ്തോളും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരു 100% പോകുന്നല്ല, ഒരു 80-90% പോകും. എൻ്റെ കാര്യം പറഞ്ഞാൽ എനിക്കിപ്പം 4ാമത്തെ മാസമാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഒരു 80% പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോട്ടിലും കൂടി ഉപയോഗിക്കുന്നതിലൂടെ, ഈ ഒരു ഇത്രയൊരു ക്രീമും കൂടി ഉപയോഗിക്കുന്നതിലൂടെ ഒരു 90% എങ്കിലും പോയി കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇപ്പോഴാണെങ്കിലും എന്താ പറയുക, ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആ ഒരു വൃത്തികേടില്ലേ, ആ സംഭവങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഇത് ഞാൻ വാങ്ങിയത് ആമസോണിൽ നിന്നാണ്. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ, താഴെ. നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കൂ. അതിൽ ഇപ്പോൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസും ഇതിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങളിത് വാങ്ങിയാൽ മതി. ഇനി ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സ്ട്രെച്ച് മാർക്ക് മാറിയിട്ടില്ല എന്ന് നിങ്ങൾ പറയില്ല. ഒരു 3 മാസം നിങ്ങളിത് ഉപയോഗിച്ച് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങളുടെ സ്ട്രെച്ച് മാർക്ക് മാറിക്കിട്ടും. നിങ്ങൾ നിങ്ങളുടെ പ്രഗ്നൻസി ടൈമിലാണ് സ്ട്രെച്ച് മാർക്കിനെ പറ്റിയിട്ടൊരു ക്രീമോ അല്ലെങ്കിൽ ഓയിലോ എന്താണെങ്കിലും ഒരു പ്രോഡക്റ്റ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പാരബൻസ്, സൾഫേറ്റ് ഒന്നും അടങ്ങിയിട്ടുള്ള സ്ട്രെച്ച് മാർക്ക് ക്രീം വാങ്ങിയിട്ട് നിങ്ങളുടെ വയറിന്മേൽ പ്രഗ്നൻസി സമയത്ത് ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ ഒരു ക്രീം ഉപയോഗിക്കാൻ പറയുന്നത്. കാരണം നമുക്ക് പ്രഗ്നൻസി ടൈമിൽ ഈ ഒരു പാരബൻസും സൾഫേറ്റും ഒക്കെ അടങ്ങിയതൊക്കെ നമ്മുടെ വയറിന്മേൽ അപ്ലൈ ചെയ്താൽ അത് ഒരു പക്ഷേ കുഞ്ഞിനെ ബാധിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള നാച്ചുറലായിട്ടുള്ള പ്രോഡക്ട്സ് വാങ്ങി ഉപയോഗിക്കുക. ഞാൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. പക്ഷേ ഞാൻ ഡെലിവറിക്ക് ശേഷമാണ് ഉപയോഗിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പറ്റിയ മണ്ടത്തരാണ്. ആദ്യമേ ഒന്ന് അന്വേഷിച്ചാൽ മതിയായിരുന്നു, ഇത് എന്താണ് സംഗതി, ഈ മാർക്ക് എങ്ങനെ മാറ്റാമെന്ന് ആദ്യം ഒന്ന് അന്വേഷിച്ചാൽ മതിയായിരുന്നു. സത്യത്തിൽ ഞാനിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് ഇതൊരു അടുപ്പിച്ചൊരു 3 മാസം എന്താ പറയുക വില കൊടുത്ത് വാങ്ങേണ്ടായിരുന്നു. പ്രഗ്നൻസി ടൈമിലായിരുന്നെങ്കിൽ 1 മാസം കൊണ്ട് സംഗതി മാറി കിട്ടിയാണ്. പക്ഷേ കാണിച്ചത് മണ്ടത്തിനെ പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ ഈ അനുഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, നിങ്ങളിപ്പോൾ പ്രഗ്നൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് കണ്ണും കൂട്ടി വാങ്ങാവുന്ന ഒരു പ്രോഡക്റ്റാണിത്. ഇത് തന്നെ വാങ്ങണമെന്നില്ല കേട്ടോ, ഇതിൻ്റെ തന്നെ പല ബ്രാൻഡിൻ്റെ അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ഇത് ഉപയോഗിച്ചേക്കുന്നതുകൊണ്ട് ഇത് നല്ലതാണെന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റും. പക്ഷെ മറ്റ് ബ്രാൻഡിൻ്റെ കാര്യം എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ ആമസോണിൽ നിന്നാണ് ഈ ഒരു ക്രീം വാങ്ങിയത്. അപ്പോൾ ഞാൻ കരുതി സത്യം പറഞ്ഞാൽ ക്രീമാണ് വാങ്ങാൻ പോണത്, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞായിരിക്കും അല്ലെങ്കിൽ ഒറിജിനൽ തന്നെ ആയിരിക്കുമോ എന്നൊക്കെ കരുതിയായിരുന്നു. പക്ഷേ പേടിക്കേണ്ട, ഇത് ഒറിജിനൽ ക്രീം തന്നെയാണ്. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി, ഇത് ഒറിജിനൽ തന്നെയാണ്. അവരുടെ കമ്പനിയുടെ സീലും കാര്യങ്ങളും ഒക്കെ ഇതിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഓൺലൈനിൽ കൂടെ വിശ്വസിച്ച് വാങ്ങിക്കാം. ഇത് പക്ഷെ ഞാൻ നോക്കിയിട്ട് എനിക്ക് ഷോപ്പുകളിലൊന്നും അത്ര അവൈലബിൾ അല്ല ഈ ഒരു കമ്പനിയുടെ. ഇതൊന്നും എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിലായതുകൊണ്ടായിരിക്കാം അത്ര അവൈലബിൾ അല്ല. പിന്നെ ഗർഭകാലത്തുള്ള ഒരു പ്രശ്നമാണല്ലോ ഈ ചൊറിച്ചിൽ. നമുക്കറിയാമല്ലോ, ഞാനും പറഞ്ഞല്ലോ, എനിക്ക് സ്ട്രെച്ച് മാർക്ക് വന്നപ്പം എൻ്റെ വയറിലുണ്ടാകുന്ന ചൊറിച്ചിൽ കാരണം ഞാൻ ചൊറിഞ്ഞുണ്ടാക്കിയ പാടുകളാണെന്നാണ് ഞാൻ കരുതിയത്. അപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു എന്തെങ്കിലും ഒരു വഴി പറഞ്ഞാൽ, എനിക്ക് ഭയങ്കര ചൊറിച്ചിലാണ് എന്ന്. ഇപ്പം നിങ്ങൾക്ക് ചൊറിച്ചിൽ തുടങ്ങിയിട്ടുണ്ട്, ഇപ്പം നിങ്ങൾക്ക് ചൊറിയുക ഭയങ്കരമായിട്ട് അങ്ങ് ചൊറിയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ, കുറച്ച് തണുത്ത വെള്ളം എടുക്കുക.
തണുത്ത വെള്ളം എടുത്തിട്ട് അതിലൊരു തുണി മുക്കിയിട്ട് വയറിന്മേൽ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കുഞ്ഞിന് ഇത്തിരി തണുപ്പും കിട്ടും. ആൾ അനങ്ങാൻ തുടങ്ങിയ സമയമാണെങ്കിൽ നമുക്ക് നല്ല ചവിട്ടും തൊഴി തരികയും ചെയ്യും. പക്ഷെ നമ്മുടെ ചൊറിച്ചിൽ മാറുകയും ചെയ്യും. ഇനി നിങ്ങൾക്ക് അടിക്കടി ചൊറിയുന്ന ഒരാളാണ്, നിങ്ങൾക്ക് ഭയങ്കര ചൊറിച്ചിലാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്രീം ധൈര്യമായിട്ട് ഉപയോഗിക്കാം കേട്ടോ. സ്ട്രെച്ച് മാർക്കിന് മാത്രമല്ല, നമ്മുടെ പ്രഗ്നൻസി ടൈമിൽ അല്ലെങ്കിൽ ഡെലിവറിക്ക് ശേഷവും നമ്മുടെ വയറിന്മേലുണ്ടാവുന്ന ആ ഒരു ചൊറിച്ചിലിന് പറ്റുന്ന ഏറ്റവും നല്ലൊരു ക്രീം കൂടിയാണിത്. നമുക്ക് ധൈര്യമായിട്ട് ഈ ഒരു ക്രീം ഉപയോഗിക്കാം. ഞാനിപ്പോഴാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ എനിക്കെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ചൂടാണ്. ഇപ്പം ഈ ഒരു സമയം ഭയങ്കര ചൂടാണ് ഇവിടെ. അപ്പോൾ എനിക്ക് എന്ന് വെച്ചാൽ ഭയങ്കര ചൊറിച്ചിലാണ്, അവിടെ ഇവിടെയൊക്കെ ചൊറിയുന്നുണ്ട്. അപ്പം ഞാനാണെങ്കിൽ നമ്മളിപ്പോൾ കുളിച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു ക്രീം നമ്മുടെ വയറിന്മേൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെച്ച് മാർക്ക് ഉള്ളിടത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോഡിയിലും അപ്ലൈ ചെയ്യാം. കാരണം ബോഡി ബട്ടറാണിത്, ബോഡിയിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചൊറിച്ചിലിന് ഒരു ആശ്വാസം കിട്ടും. ധൈര്യമായിട്ട് ഉപയോഗിക്കാം. കാരണം നാച്ചുറൽ പ്രോഡക്റ്റ് ആണ്. പാരബൻസ്, സൾഫേറ്റ് അങ്ങനെയുള്ള ഒരു കുന്തം ഇതിൽ അടങ്ങിയിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, തൊട്ടായി സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാവില്ല, ഒന്ന് പ്രസ് ചെയ്യണേ. അതിൻ്റെ ഇപ്പുറത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്താൽ ഇങ്ങനെയുള്ള വീഡിയോസ് ഞാൻ എപ്പോൾ അപ്ലോഡ് ചെയ്താലും അപ്പം തന്നെ നിങ്ങൾക്ക് അത് കാണാനായിട്ട് പറ്റും.